ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജെ എന്ന നമ്മുടെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവർക്കും അത്യാവശ്യം മിക്കവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ഇത് നമ്മുടെ സ്റ്റൈലിൽ. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കേ, ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങ, അതായത് തൊഴിലുറപ്പ്, ഇവിടെ തൊഴിലുറപ്പ് ടീം ചെയ്യുന്ന നല്ല നാടൻ അച്ചിങ്ങയാണ്. അതിൻ്റെ പാചകത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇന്നത്തെ അച്ചിങ്ങ പാചകം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ഇടേ ഇവർക്കൊരു കൊള്ളാവുന്ന കുറച്ച് സാധനം, അല്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ മേലാത്ത കുറച്ച് സാധനം ഇണക്കാൻ മേലെ എന്ന് നിങ്ങൾ പലർക്കും തോന്നാം. പക്ഷേ അറിയാവുന്ന സാധനമാണെങ്കിലും ഇത് അറിയാൻ മേലാത്ത ആളുകളുണ്ടാവില്ലേ, നമ്മൾ ഒരു പുതിയ തലമുറയോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് വന്നവർ ഇന്ന് എന്ത് കറി വെക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് ഇനി ഒന്നും വേണ്ട. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ പാചകം ഇതാണ്. അത് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മളെല്ലാവരുടെയും അടുത്തേക്ക് എത്തിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ കാണാൻ താല്പര്യമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. കാര്യം ഇത് വലിയ ഭീകര യൂട്യൂബ് ചാനലോ വലിയ പിന്നെ ഹൈ ക്വാളിറ്റി വീഡിയോസോ ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. കുറേ പോരായ്മകളും കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ളൊരു എന്താണ്. പിന്നെ ഇപ്പം ഇതാണെങ്കിലും ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും എന്താ പറയുക, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോസ്, ഇച്ചിരി ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ പാചകം ചെയ്യുന്നത്, ഇച്ചിരി വെറൈറ്റി അല്ലെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളിലുള്ള പാചകം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അതിനൊക്കെ ഇച്ചിരി ടൈം നമുക്ക് കിട്ടണം. ഒന്ന് നിന്നിട്ട് നടക്കാം, നടന്നിട്ട് ഓടാം, ഓടിയിട്ട് പറക്കാം, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിന്ത. അത് നമ്മൾ ചെയ്തിരിക്കും. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അവരാഗ്രഹിക്കുന്ന കാണാൻ മനോഹരമുള്ള കുറേ വീഡിയോസ് നമുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചൂണ്ടയുടെ വീഡിയോകളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ നമ്മൾ ചൂണ്ടയിടൽ വീഡിയോകളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പതുക്കെ നമ്മൾ ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയെങ്കിലും അത് പാളിപ്പോയി. ഇതെല്ലാം നമ്മൾ മാറ്റും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ്, നല്ല ക്യാമറ പറഞ്ഞിട്ടുണ്ട് മേടിക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും യൂട്യൂബിൻ്റെ റവന്യൂ കൊണ്ട് ക്യാമറാസ് മേടിക്കുമ്പോൾ നമുക്ക് യൂട്യൂബ് റവന്യൂ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നല്ലൊരു ക്യാമറ പർച്ചേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നല്ല അച്ചിങ്ങ പയർ. ഈ അച്ചിങ്ങ പയർ തമിഴ്നാട്ടിലൊന്നുമല്ല, നമ്മുടെ നേരെ അയലന്തരത്ത് തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പിന്നെ വിളയിച്ച നല്ല അടിപൊളി, നല്ല വിശ്വസിച്ച് പിള്ളേർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് സവോള മാത്രമല്ല, സവോള നാടനാണ്, പക്ഷേ അത് തമിഴ്നാടനാണെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പണി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചു, പിന്നെ നമ്മുടെ പാത്രം വെച്ചു, എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. പ്രോസസ്സ് എല്ലാം സെയിമാണ്. പിന്നെ ഇതിനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന് പച്ചമുളക് ഇടുകയോ വലിയ എരിവ് ഇടുകയോ, നമ്മുടെ ഇപ്പോഴത്തെ മിക്ക കറികളിലും നിങ്ങൾ ഓർക്കുന്നത് വലിയ എരിവും കാര്യം ഇടുന്നില്ലല്ലോ എന്നായിരിക്കും. പക്ഷേ പച്ചക്കറി ഐറ്റംസൊക്കെ പാചകം ചെയ്യുമ്പോൾ ഓവറായിട്ട് വെറുതെ പിന്നെ മുളക് പൊടി കാര്യമൊക്കെ വാരിയിട്ട് പിന്നെ നമ്മളത് വെറുതെ എരിവാക്കി കളയരുത്. ഒന്ന്, ആ പച്ചക്കറിയുടെ ഒന്നും ടേസ്റ്റ് കിട്ടത്തില്ല. 2, നമ്മുടെ വീട്ടിലെ പിള്ളേർക്കടക്കം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ പാചകങ്ങളും വരുന്നത്. കാര്യം ഇവിടെ നമുക്കൊരു 2 വയസ്സുള്ള കൊച്ചാണ് ഞങ്ങൾക്ക് ഉള്ളത്. ആ കൊച്ചിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കടുക് ഇടുന്നു. ആദ്യം എന്ത് പാചകത്തിനും ആദ്യം ഒരു ഇച്ചിരി കടുക് പൊട്ടിച്ച് തുടങ്ങുന്നത് എപ്പോഴും ബെറ്ററാണ്. കടുക് നല്ല അടിപൊളിയായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്ത ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടങ്ങണം. കാര്യം കടുക് പൊട്ടി കരിഞ്ഞ് എണ്ണയിലേക്ക് കളർ ആവരുത്. അത് കഴിക്കും. നമ്മുടെ വേപ്പില വന്ന് എണ്ണയിൽ ചാടി മൊരിഞ്ഞ് നടത്തും. ഈ വെളിച്ചെണ്ണയിലേക്ക് ചാടുന്ന സവോളയും അടുത്തതായിട്ട് ഇതേ നമ്മുടെ അച്ചിങ്ങ പയറും കുളിച്ച് ഫ്രഷായിട്ട് വന്ന് അതിനകത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരുത്തേക്ക് ഇവിടെ തമാശ ചിരി വന്നി.
ഇതൊക്കെ ഒരു രസത്തിന് പറയുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കാണുന്നവർക്ക് ചുമ്മാ കുത്തിയിരുന്നൊരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കത്തിവെപ്പും എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യും, ഇല്ലാത്തൊരു കമൻ്റ് അടിച്ച് ചീത്ത പറയും. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്താ വല്ലതും പോകാം. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എല്ലാവർക്കും. കാര്യം ഇത് നിങ്ങൾ കാണുന്ന ഓൺലൈൻ മീഡിയയിൽ ഇത് കാണുമ്പോൾ ഒരു രസം. നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആണല്ലോ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിലേക്ക് നമ്മുടെ ഉപ്പ് ഇട്ടു, നമ്മുടെ കൂട്ടുകളൊക്കെ ഏകദേശം ഫിനിഷായി. വെച്ചാൽ ഇനി ആപ്പാടെ വരുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇത്രയും നമ്മൾ ഇട്ടിരിക്കുന്ന സവോള, കടുക് പൊട്ടിച്ച് സവോള ഇട്ടു, നമ്മുടെ അച്ചിങ്ങ ഇട്ടു, പിന്നെ ഇച്ചിരി ഉപ്പിട്ട് ഇതേ നമ്മൾ ഗ്ലാസ് ടോപ്പുള്ള നമ്മുടെ മൂടി വെച്ചു. ഇതിന് ആ വെള്ളം പോലും ഇതിനൊഴിക്കണ്ട. ഇതിൻ്റെ ആവിയിൽ ഇത് നേരെ വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടുക, ഇളക്കി ചേർക്കുക, അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ മൂടി വെക്കുക. ഓക്കെ, ഫിനിഷ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പം ഇനി മുളക് പൊടി എന്ത് ഇടാനായിട്ട് കാണാം. അപ്പം നമ്മൾ മൂടി വെച്ച് നമ്മുടെ അച്ചിങ്ങ ഏത് പരിമമായെന്ന് നോക്കാം നമുക്ക്. കുഴപ്പമില്ല, വെന്ത് വരുന്നുണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം വെള്ളമോ കാര്യമൊക്കെ അതിൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങും. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ നാടനായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ്. ഇപ്പോൾ വെന്ത് വരുന്നുണ്ടോയെന്ന് ഇങ്ങനെ നമുക്ക് നോക്കാം. വേണ്ട, വെന്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെന്ത് വരുന്നത് വരെ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൂട്ടി വെക്കണം. നമ്മുടെ അച്ചിങ്ങ നല്ല അടിപൊളിയായിട്ട് ഇത് കണ്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ആവശ്യത്തിനുള്ള മുളക് പൊടി, അതായത് വെറുതെ ഓരോ കൊട്ട ചുവപ്പിക്കുകയൊന്നും വേണ്ട, ഒരു ലേസത്തിന് വേണ്ടി മാത്രമുള്ളത്. കാര്യം ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഈ സാധനം ടേസ്റ്റ്, ഒരു പച്ചമുളക് കീറി ഇട്ടാൽ പോലും നമുക്കിത് കഴിക്കാം. പക്ഷേ നമ്മൾ പൊടിക്ക് മുളക് പൊടി ഇട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ. അതായത് ഇത് എരിവാകുകയോ ഒന്നുമില്ല. ഇവിടുത്തെ നമ്മുടെ കറികളിലെല്ലാം കുഞ്ഞിനോടെ കൊടുക്കാനുള്ള രീതി ചെയ്യുന്നതുകൊണ്ട് എരിവ് തീരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചിങ്ങാക്കറി. നമ്മുടെ അച്ചിങ്ങാക്കറി. ഓക്കെ.